പണം വെറുതെ വെക്കാനുള്ളതല്ല, അത് വളർത്താനുള്ളതാണ്. ഒരച്ഛൻ തന്റെ മക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശമാണിത്. ഈ ഒരു വാചകത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ വിവരണം തുടങ്ങുന്നത്. ഇത് വെറുതെ പണം സേവ് ചെയ്യുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് എങ്ങനെ സമ്പത്തുണ്ടാക്കാം, വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു കിടിലൻ കഥയാണ്. അപ്പോ കഥ നടക്കുന്നത് 20 വർഷം മുൻപാണ്. ഒരച്ഛൻ, അദ്ദേഹത്തിന് 5 മക്കളുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം 5 പേരെയും അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവർക്ക് മുന്നിൽ ഒരൊറ്റ വെല്ലുവിളി വെച്ചു. എന്തായിരുന്നു ആ വെല്ലുവിളി എന്നല്ലേ? അദ്ദേഹം ഓരോ മകന്റെ കയ്യിലും 5 ലക്ഷം രൂപ വീതം കൊടുത്തു. കണ്ടോ, എല്ലാവർക്കും ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരേ തുക 5 ലക്ഷം. ഒരൊറ്റ നിർദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ: ഇതിനെ വളർത്തുക. ശരി, അപ്പൊ നമുക്ക് നോക്കാം ഓരോരുത്തരും എന്ത് ചെയ്തു എന്ന്. ആദ്യം നമുക്ക് ആദ്യത്തെ 2 സഹോദരന്മാരുടെ കാര്യമെടുക്കാം. അവരുടെ ചിന്ത എന്തായിരുന്നറിയോ? റിസ്ക് എടുക്കാനേ പാടില്ല, പണം ഒരു കാരണവശാലും കുറയരുത്. അതായിരുന്നു അവരുടെ മെയിൻ. പക്ഷെ ഒരു ചോദ്യമുണ്ട്. 20 വർഷം കഴിഞ്ഞപ്പോ ഈ സേഫ് ഗെയിം അവർക്ക് എന്ത് നേട്ടമാണ് കൊടുത്തത്? ഒന്നാമത്തെ ആള്, പുള്ളി ഒരു തരി പോലും റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. പുള്ളിയുടെ സ്ട്രാറ്റജി വളരെ സിമ്പിളായിരുന്നു: ആബ്സല്യൂട്ട് സേഫ്റ്റി. കിട്ടിയ 5 ലക്ഷം രൂപയിലെ അത് അതേപോലെ ഒരു ലോക്കറിലങ്ങ് പൂട്ടിവെച്ചു. 1 രൂപ പോലും കുറയരുത്, 0 റിസ്ക്. അതായിരുന്നു മനസ്സില്. അപ്പോ നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ, 20 വർഷം കഴിഞ്ഞ് ആ ലോക്കർ തുറന്നപ്പോൾ അതിലെത്ര രൂപയുണ്ടാവും? യെസ്, നിങ്ങൾ ഊഹിച്ചത് ശരിയാണെങ്കിൽ 5 ലക്ഷം രൂപ തന്നെ. സംഖ്യയിലൊരു മാറ്റവും ഇല്ല. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ആ പണത്തിന്റെ യഥാർത്ഥ മൂല്യത്തിന്, അതിന്റെ വിലയ്ക്ക് എന്ത് സംഭവിച്ചു? അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ആ ട്വിസ്റ്റിന്റെ പേരാണ് പണപ്പെരുപ്പം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇൻഫ്ലേഷൻ. സിമ്പിളായി പറഞ്ഞാൽ, സാധനങ്ങളുടെ വില കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ വില കുറയുന്നൊരവസ്ഥ. ഈ 20 വർഷം കൊണ്ട് ഏകദേശം 6% ശരാശരി പണപ്പെരുപ്പം. അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? അദ്ദേഹത്തിന്റെ 5 ലക്ഷത്തിന്റെ വാങ്ങൽ ശേഷി, അതായത് പർച്ചേസിംഗ് പവർ, വെറും 1.5 ലക്ഷം രൂപയുടേതായി ചുരുങ്ങി. സംഖ്യ സേഫായിരുന്നു, പക്ഷെ മൂല്യം ഇല്ലാതായി. ശരിക്കും നഷ്ടം തന്നെയല്ലേ? ഇനി രണ്ടാമത്തെ മകന്റെ കാര്യമെടുക്കാം. പുള്ളി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ചിന്തിച്ചു. സേഫ്റ്റി പുള്ളിക്കും പ്രധാനമായിരുന്നു, പക്ഷേ പണം വെറുതെ ഒരു ലോക്കറിൽ വെച്ചാൽ പണി കിട്ടുമെന്ന് പുള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? ആ 5 ലക്ഷം രൂപ നേരെ ഒരു ബാങ്കിലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റില്, നമ്മളെല്ലാവരും പറയുന്ന FDയിലിട്ടു. ഇതും ഒരു സേഫ് ഓപ്ഷനാണ്, പക്ഷെ എന്താ, ചെറിയൊരു വളർച്ചയെങ്കിലും കിട്ടുമല്ലോ. അപ്പോ 20 വർഷം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അദ്ദേഹത്തിന്റെ 5 ലക്ഷം വളർന്ന് ഏകദേശം 19.5 ലക്ഷം രൂപയായി. കണ്ടില്ലേ വ്യത്യാസം? ലോക്കറിൽ വെച്ചതിനേക്കാൾ എത്രയോ ഭേദം. ഒരു ചെറിയ തീരുമാനം, പക്ഷേ റിസൾട്ടിൽ എന്ത് വലിയ മാറ്റമോ വന്നതെന്ന് നോക്കൂ. അപ്പോ സേഫ് എന്ന് നമ്മൾ പറയുന്ന ഈ 2 വഴികളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ക്ലിയർ അല്ലേ? ലോക്കറിലെ പണം സംഖ്യ അതുപോലെയിരുന്നു, പക്ഷെ ഇൻഫ്ലേഷൻ അതിന്റെ വിലയിടിച്ചു. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇൻഫ്ലേഷനെ തോൽപ്പിച്ചു, പക്ഷെ വളർച്ച വളരെ പതുക്കെയായിരുന്നു, ഒരു ഉച്ചിഴയെന്ന പോലെ. അപ്പോ സുരക്ഷ മാത്രം പോരാ, നല്ല വളർച്ച വേണം എന്ന് ചിന്തിച്ച മറ്റ് സഹോദരന്മാർ എന്തു ചെയ്തു? നമുക്ക് നോക്കാം. ഇനി അടുത്ത 2 പേരുടെ ഊഴം. അവർ ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന സാധനങ്ങളിലാണ്, അതായത് ടാഞ്ചിബിൾ അസെറ്റ്സ്, സ്വർണത്തിലും ഭൂമിയിലും. അവരുടെ കഥ എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാലോ? മൂന്നാമന്റെ വിശ്വാസം സ്വർണത്തിലായിരുന്നു. 2004-ൽ, അതായത് ഒരു 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 6000 രൂപയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി ആ 5 ലക്ഷം രൂപയ്ക്ക് സ്വർണ്ണ വാങ്ങിവെച്ചു. ഇനി 2024-ലേക്ക് വരാം. സ്വർണ്ണവില എവിടെയെത്തി? 10 ഗ്രാമിന് ഏകദേശം 60,000 രൂപ. സിമ്പിൾ കണക്കാണ്. 20 വർഷം കൊണ്ട് 10 ഇരട്ടി വളർച്ച. അതിനർത്ഥം എന്താ? പുള്ളിയുടെ 5 ലക്ഷം രൂപയുടെ നിക്ഷേപം ഏകദേശം 50 ലക്ഷം രൂപയായി മാറി. വാവ്! ആദ്യത്തെ 2 സഹോദരന്മാരുടെ റിസൾട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു ഗംഭീര കുതിച്ചുചാട്ടം തന്നെയാണല്ലേ? നാലാമത്തെ സഹോദരന്റെ കണ്ണ് ഭൂമിയിലായിരുന്നു. പുള്ളി ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഭാവിയിൽ വികസിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ ഒരിടത്ത് സ്ഥലം വാങ്ങിയിട്ടു. പിന്നെ ക്ഷമയോടെ കാത്തിരുന്നു. റോഡ് വരുന്നു, പുതിയ ബിൽഡിംഗുകൾ വരുന്നു, ഗ്രാമം പതിയെ ഒരു നഗരമായി മാറുന്നു. റിയൽ എസ്റ്റേറ്റിൽ ഇത് വളരെ പ്രധാനമാണ്: ദീർഘവീക്ഷണവും ക്ഷമയും. തീർച്ചയായും ഭൂമിയിലെ നിക്ഷേപത്തിന് ഓരോ സ്ഥലത്തും ഓരോ റിസൾട്ടായിരിക്കും. എന്നാലും ഒരു ശരാശരി കണക്കെടുത്താൽ അദ്ദേഹത്തിന്റെ 5 ലക്ഷം രൂപ വളർന്ന് ഏകദേശം 40 ലക്ഷം രൂപയോളമായി. ഇതും വളരെ മികച്ചൊരു റിട്ടേൺ തന്നെയാണ്. അപ്പോ കഥയിലെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തുകയാണ്. അവസാനത്തെ മകൻ, 5-ാമൻ,
പുള്ളി തെരഞ്ഞെടുത്ത വഴി മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള, പക്ഷെ കൂടെ കുറച്ച് റിസ്ക്കും കൂടിയുള്ളൊരു വഴി. അദ്ദേഹത്തിന്റെ വിജയത്തിനു പിന്നിലെ മാന്ത്രികവാക്ക് എന്തായിരുന്നുവെന്നറിയുമോ? കോമ്പൗണ്ടിംഗ്. പവർ ഓഫ് കോമ്പൗണ്ടിംഗ് എന്ന് കേട്ടിട്ടില്ലേ? സംഭവം സിമ്പിളാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ലാഭമില്ലേ, അത് പിൻവലിക്കാതെ വീണ്ടും അതിലേക്ക് തന്നെ നിക്ഷേപിക്കുക. അപ്പോ അടുത്ത തവണ ലാഭം കിട്ടുന്നത് ഈ പുതിയ വലിയ തുകയുടെ മുകളിലായിരിക്കും. അതായത് വളർച്ചയ്ക്കും മുകളിൽ വീണ്ടും വളർച്ച. ഒരു മഞ്ഞുരുള പോലെ ഉരുളും തോറും വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോ ഈ അഞ്ചാമൻ തന്റെ 5 ലക്ഷം രൂപ നിക്ഷേപിച്ചത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും കയറ്റവും ഇറക്കവുമൊക്കെ ഉണ്ടാകും, അല്ലേ? പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ക്ഷമയോടെ 20 വർഷം അദ്ദേഹം ആ നിക്ഷേപം തുടർന്നു. ശരാശരി ഒരു 15% വാർഷിക വളർച്ച നിരക്കിൽ. ഇനി റിസൾട്ട് കേൾക്കാൻ റെഡിയാണോ? അവിശ്വസനീയമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ 5 ലക്ഷം രൂപ വളർന്ന് ഏകദേശം 82 ലക്ഷം രൂപയായി. 82 ലക്ഷം! മറ്റെല്ലാ സഹോദരന്മാരെയും ബഹുദൂരം പിന്നിലാക്കിയൊരു വളർച്ചയാണിത്. ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുമ്പോൾ ഇക്വിറ്റിക്ക് നൽകാൻ കഴിയുന്ന ആ ഒരു മാജിക്കാണിത്. അപ്പോ 20 വർഷം കഴിഞ്ഞു. നമ്മുടെ 5 സഹോദരന്മാർ, അവർ തെരഞ്ഞെടുത്ത 5 വഴികൾ, അതിന്റെ ഫലങ്ങൾ എല്ലാം അമ്പരപ്പിക്കുന്നതാണ്. നമുക്കിതെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാലോ? ആരാണ് ശരിക്കും വിജയിച്ചതെന്ന് കാണാം. ഈ കണക്കുകളിലേക്കൊന്ന് നോക്കൂ. ലോക്കറിൽ പണം വെച്ചയാൾക്ക് 5 ലക്ഷം. അത് 5 ലക്ഷമായി തന്നെ ഇരിക്കുന്നു. FDയിൽ ഇട്ടയാൾക്ക് അത് ഏകദേശം 19.5 ലക്ഷമായി. ഭൂമിയിൽ നിക്ഷേപിച്ചയാൾക്ക് 40 ലക്ഷം. സ്വർണത്തിൽ നിക്ഷേപിച്ചയാൾക്ക് 50 ലക്ഷം കിട്ടി. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച അഞ്ചാമന്റെ കാര്യം നോക്കൂ. 82 ലക്ഷം രൂപ. മറ്റുള്ളവരെയെല്ലാം എത്രയോ പിന്നിലാക്കി. ഈ ബാർ ചാർട്ട് കണ്ടാൽ ആ വ്യത്യാസം ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും. ആ ചെറിയ ബാറും ഏറ്റവും വലിയ ബാറും തമ്മിലുള്ള അന്തരം നോക്കൂ. ഇത് വെറും നമ്പറുകൾ മാത്രമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. 20 വർഷം മുൻപത്തെ 5 ലക്ഷം ഇന്നത് വെറും 5 ലക്ഷമായിരുന്നാൽ എന്തു ചെയ്യാനാകും? പക്ഷേ 82 ലക്ഷം രൂപയോ? അതൊരു വലിയ സ്വപ്നമാണ്. ഒരു വീട്, മക്കളുടെ നല്ല വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ടെൻഷനില്ലാത്ത ഒരു റിട്ടയർമെന്റ്. അതാണ് ഈ തിരഞ്ഞെടുപ്പുകൾ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം. അപ്പോ ഈ കഥയുടെ ഗുണപാഠം എന്താണ്? വളരെ ലളിതമാണ്. സമ്പാദിക്കുന്നത്, അതായത് സേവ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നിക്ഷേപിക്കുന്നത്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനേക്കാൾ അത്യാവശ്യമാണ്. സേവിങ്സ് നിങ്ങളുടെ പണത്തെ സുരക്ഷിതമായി വെക്കുമായിരിക്കും, പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിനെ ശരിക്കും വളർത്തുന്നത്. അപ്പോ അവസാനം എന്റെ ചോദ്യം നിങ്ങളോടാണ്. ഈ 5 സഹോദരന്മാരുടെ കഥ നിങ്ങൾ കേട്ടല്ലോ. 20 വർഷങ്ങൾക്കു ശേഷം നിങ്ങളുടെ സാമ്പത്തിക കഥ ഇതിലെ ഏത് സഹോദരന്റേത് പോലെയായിരിക്കണം? നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.